ടാറ്റാ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1652 മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ You put down the phone, you've nowhere to go. Get back on the road, yeah, it's so dotted line, the red stop sign, no room to go. ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ പോകുന്നത് കൊച്ചിയിലോട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന്. കാരണം ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അത് ഷൂട്ട് ചെയ്യാമെന്ന്. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അച്ഛനും അമ്മയ്ക്കൊരു മാരേജ് ഉള്ളതുകൊണ്ട് അവർ ഉച്ചയ്ക്ക് എത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് ഇപ്പോൾ പോവാം കേട്ടോ. ഫൈനലി ഞാൻ വീട്ടിലെത്തി. ഭയങ്കര ടയർഡാണ്. രാവിലെ വെളുപ്പിന് ഇറങ്ങിയത് അവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ടയർഡാണ്. എനിക്ക് പിന്നെ വർക്കും കൂടെ ഉണ്ട്. അപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഉറങ്ങാനും പറ്റില്ല. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അച്ഛനും അമ്മയും ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. അവർ കുറച്ച് കഴിഞ്ഞാൽ വരും. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ഈ കൊച്ചിയിലെ ഈ ഫ്ലാറ്റ് ഒരു ക്വിക്ക് ഹോം ടൂർ പോലെ കാണിക്കാമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടാലോ. ആയോ, അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ. ഇത് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെയാണ്. ഇവിടെയും ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഫ്ലാറ്റിൻ്റെ ഒരു പരിസരം. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫ്ലാറ്റ്. പിന്നെ ഇതാ ആ അറ്റത്തും ഒരു ലിഫ്റ്റ് ഉണ്ട്. ഇത് ചെരുപ്പ് വയ്ക്കുന്ന റാക്കാണ് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ഉള്ളിലോട്ട് പോകാം. കുട്ടി ഫ്ലാറ്റാട്ടോ, ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു കുഞ്ഞ് ഫ്ലാറ്റാണ് ഇത്. നമ്മുടെ ഡ്രോയിങ് റൂം, ഹോൾ പോലെ. ഇവിടെ ഒരു ടി വി ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വന്നപ്പോൾ വെച്ച ബാഗാട്ടോ. പിന്നെ ഇതാ ഇത് ഞാനിപ്പോൾ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു ക്യൂട്ട് ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടി വി. ഇത് നമ്മൾ ആക്ച്വലി ഒരു ഹോം തിയേറ്റർ പോലെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു റിക്ലൈനറൊക്കെ വെച്ച് ഒരു കുട്ടി ഹോം തിയേറ്റർ പോലെ സെറ്റ് ചെയ്തതാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നെ കൂട്ടാണ്ട് ഫോട്ടോ എടുത്തു. ആ സമയത്ത് ഞാനില്ലായിരുന്നു ഇവിടെ, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇത് കണ്ടാൽ പറയും എന്നെ കൂട്ടാണ്ട് ഫോട്ടോ എടുത്തു നിങ്ങളെന്നൊക്കെ. അവർ അച്ഛനും അമ്മയും ജാനിയും കൂടെ ഏതോ ഒരു മാഗസീനിന് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോസായിരുന്നു. ഇവിടെ ഇങ്ങനെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്ലാറ്റിൽ അങ്ങനെ എപ്പോഴും വരാറൊന്നുമില്ല കേട്ടോ. വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. എനിക്ക് ഭയങ്കര മടിയാണ് ട്രാവൽ ചെയ്യാൻ, അതുകൊണ്ടാണ്. ഈ ഫോട്ടോ ഞങ്ങൾ ഒരു 4 years മുന്നേ വനിതാ മാഗസിന് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോ ആണ്. ഇത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഫോട്ടോ, അതുകൊണ്ടാണ് ഇത് ഫ്രെയിം ചെയ്തത്. അത്യാവശ്യം ചെറിയ രീതിയിൽ നമ്മൾ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കുഞ്ഞ് ഫ്ലാറ്റിൽ പറ്റാവുന്ന രീതിയിലെല്ലാം. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ പോലെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഒരു വാഷ്റൂമാണ്. ഇതൊരു വാഷ്റൂമാണ്. പിന്നെ ഇവിടെയാണ് കിച്ചൺ. ഇതാണ് നമ്മുടെ കിച്ചൺ. അവിടെ ജനൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പോൾ യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും തുറന്നിട്ടിട്ടില്ല എന്ന് മാത്രം. പ്രാവിൻ്റെ ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ പ്രാവുകളുടെ ശബ്ദമൊക്കെ അവിടെ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല, അങ്ങനെ കേൾക്കാറൊക്കെ ഉണ്ട്. പിന്നെ നമുക്കുള്ളത് 2 ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂം.
ഇത് ഒരു ബെഡ്റൂമാണ്. അത് വാഷ്റൂം. പിന്നെ ഇത് നെക്സ്റ്റ് ബെഡ്റൂം. ഈ റൂമിൽ വാഷ്റൂം ഇല്ല. പിന്നെ അടിപൊളിയായിട്ടൊരു കുട്ടി ബാൽക്കണി കൂടി ഉണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ തുറക്കാത്ത എന്താ വെച്ചാൽ ഇത് ഭയങ്കര പണിയായി ഈ സംഭവം തുറക്കാൻ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി തുറക്കാറ്. കാരണം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിങ്ങനെ മര്യാദയ്ക്ക് തിരിഞ്ഞില്ലെങ്കിൽ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ലോക്കായി പോകും. അതുകൊണ്ട് ഞാൻ തുറക്കാത്ത. ഈവനിങ് ഇത് തുറക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പുറത്തത്തെ വ്യൂ. കുറച്ച് തുണികളെല്ലാം എന്താ പറയുക വിരിച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടി ഫ്ലാറ്റ് ഇത്രേ ഉള്ളൂ. ചെറിയൊരു ഫ്ലാറ്റാണ്. അപ്പോൾ അത് നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുട്ടി ഫ്ലാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര ടയേർഡാണ് കേട്ടോ ഇപ്പോൾ ഈ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ട്. പക്ഷേ എനിക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ എനിക്കൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വേണം വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ച് ഫ്രഷായിട്ട് വരാം. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ അശോക് ഭവനിൽ ഓണിയൻ ഊത്തപ്പം മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഓണിയൻ ഊത്തപ്പം ഭയങ്കര ഇഷ്ടമാണ്. അതും ചമ്മന്തി. എന്താണെന്നറിയില്ല, ചട്നിയേക്കാളും എനിക്ക് ചമ്മന്തിയാണ് ഇഷ്ടം. അപ്പോൾ അതും ചമ്മന്തിയുള്ള കോമ്പിനേഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത്. പിന്നെ എനിക്ക് വർക്കിനിപ്പോൾ കയറാണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ലാപ്പൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നിട്ട് ഞാൻ വർക്കിനൊക്കെ കയറിയിട്ട് കാണാം. അങ്ങനെ എൻ്റെ വർക്ക് ടൈം സ്റ്റാർട്ടായി. എൻ്റെ ഫുഡ് വന്നല്ലോ. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ വെച്ച് കഴിക്കണോ അതോ പ്ലേറ്റിലിട്ട് കഴിക്കണോ എന്നാണ്. പ്ലേറ്റിലിട്ട് കഴിക്കാം. ഈശ്വര ചമ്മന്തി ഉണ്ടാകണം. അങ്ങനെ എക്സസ് ആയിട്ട് ചട്നിയും ചമ്മന്തിയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് എല്ലാം നമ്മൾ സാധാരണ ചിലവിടെയൊക്കെ നമുക്കിങ്ങനെ ഒരുപാട് എക്സ്ട്രാ തരുമല്ലേ ചട്നി ചമ്മന്തിയൊക്കെ. അങ്ങനെ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. കുറച്ച് നമ്മൾ ഇതിൽ കഷ്ടപ്പെട്ട് നോക്കി കഴിക്കണ പോലെ ഏകദേശം കുറച്ച്. എൻ്റെ ദോശ കാണാനൊരു ഭംഗിയില്ല, പൊളിഞ്ഞു പോയി. അങ്ങനെയായിപ്പോയി. ചട്നി ചമ്മന്തി ഇതാണ് ക്വാണ്ടിറ്റി. ലൈക്ക് അങ്ങനെ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ ഇത്ര നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റാറുള്ളത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം പണിയെടുത്തു. അപ്പോൾ ഇടയിൽ എനിക്ക് വെള്ളം നിറയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നിറയ്ക്കാൻ വേണ്ടി കിച്ചണിലോട്ട് വന്നായിരുന്നു. ഈ അക്വാഗാർഡ് കുറച്ച് സ്ലോ ആണ് വെള്ളം വരാനൊക്കെ. അപ്പോൾ അത് കുറച്ച് നേരം നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് വേണം പിന്നെ വീണ്ടും വെള്ളം നിറയ്ക്കാൻ. അപ്പോൾ അത് നിറയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് പ്ലാൻസ് ആയിട്ടൊന്നുമില്ല. ലൈക്ക് ആകെയുള്ളൊരു പ്ലാൻ മൂവിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തത്. പിന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ വൈകുന്നേരം നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ചിലപ്പോഴേ പോകാൻ പറ്റുള്ളൂ. കാരണം ഈ ഇടസമയത്ത് പോകേണ്ടത് കൊണ്ട് എനിക്ക് ചിലപ്പോഴേ പറ്റുള്ളൂ. എന്തായാലും ഞാൻ മൂവിക്ക് പോകുന്നുണ്ട്. സെക്കൻഡ് ഷോ ആണ് മൂവി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പോകുന്നുണ്ട്. അപ്പോൾ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് വേറെ പണിയൊന്നുമില്ല. എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വീണ്ടും വർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കും, പിന്നെ വീണ്ടും വർക്ക് ചെയ്യും. പിന്നെ രാത്രി ഞാൻ വീണ്ടും പുറത്തേക്ക് പോകും. അപ്പോൾ ഇടയിൽ അച്ഛയമ്മ ഇപ്പോഴും എത്തിയിട്ടില്ല. അവരെത്താൻ കുറച്ച് ടൈം എടുക്കും. അവർ ഗുരുവായൂർ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എത്താൻ ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ഫംഗ്ഷന് പോയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ജോയിൻ ചെയ്യാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു നിലവിലെ പ്ലാൻ. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം നിറച്ചിട്ട് ബാക്കി വർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. ഹലോ, ഹായ്, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഗുരുവായൂർ. വന്നോളൂ, കയറൂ. ഞങ്ങൾ എടുത്തോളാം. വെള്ളം തടി.
ആ ഉണ്ടാവിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ആ നീ കഴിച്ച ഫുഡ് വരെ അവിടെ ഉണ്ടല്ലോ. ഇല്ല, ഫുഡ് ഇല്ല. ഹലോ, ഞാൻ പെട്ടെന്ന് സർപ്രൈസായി പോയതാണ്. ഇതാണ് സാരു, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങൾ ചെറിയ ലൈക്ക് ഓർമ്മയില്ലാത്ത കാലം തൊട്ടെന്ന് വേണമെങ്കിൽ പറയാമല്ലേ, അപ്പം തൊട്ട് ഞങ്ങളുടെ അച്ഛന്മാർ ഫ്രണ്ട്സാണ്, അമ്മമാർ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവളവിടെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അതാണ് ഇടയിൽ എൻ്റെ വീഡിയോ ബ്രേക്കായി പോയത്. എന്തായാലും സർപ്രൈസ് ആയി ഞാൻ ശരിക്കും. ഇതെനിക്കിഷ്ടായി. കഴിച്ചോ കഴിച്ചോ. ഞങ്ങളപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇരട്ട എന്നുള്ള മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മൂവിയാന്ന് കേട്ടു. അപ്പോൾ ഞങ്ങൾ ആ മൂവി കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് സിനിമയൊക്കെ കാണുമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളപ്പോൾ നെക്സ്റ്റ് മൂവിക്ക് പോവാണ്. പുഷ്പ 2 കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ ഫോറം മോളിലാണ് പോകുന്നത്. അപ്പം ഞാനും സാരും മാത്രമേ വീട്ടിലുള്ളൂ, അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുമ്പോൾ ബാക്കി വിശേഷം കാണിച്ചു തരാം. എന്ത് സെയിലാന്നാടാ പറഞ്ഞേ? എന്ത് സെയിലാന്നാ പറഞ്ഞേ? ഇത് ഒരു ബോക്സിന് 1500 ആവും. ഒരു ബോക്സിന്. അപ്പോൾ അതിൽ എത്ര ബുക്സ് വേണമെങ്കിലും എടുക്കാം. ഞങ്ങളങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കേണ്ടതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളതൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ തിയേറ്ററിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു ആദ്യം ഇവിടെ വന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് പിന്നെ തിയേറ്ററിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. എനിക്ക് ഇന്നും ആസ് യൂഷ്വൽ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി ഇന്നലെ സിനിമയ്ക്ക് പോയി വന്നിട്ട് അങ്ങനെയോ ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ലാസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു, ഞാൻ ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന രീതി ഇന്നലെ രാത്രി വരെ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ മോർണിംഗ് നല്ല രസമാണ്, ഇവിടെ ഫ്ലാറ്റ് ബാൽക്കണിയൊക്കെ തുറന്നിട്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടെ കണ്ടിന്യൂഷൻ ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛയമ്മ എല്ലാവരും ഉണ്ട് വീട്ടിൽ, എനിക്കിന്ന് ജോലിയും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഫ്ലാറ്റിലെ വ്യൂസും അതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹലോ, ഹായ്. അവിടെ വരണം. എന്താ ഇതാണ് ബാൽക്കണിയുടെ അവിടെ നിന്നുള്ള വ്യൂ. ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ വില്ലാസ് പോലെ കുറേ വീടുകളുണ്ടോ, ഒരുപാട് വില്ലാസ് പോലെ. ഇവിടുത്തെ ബാൽക്കണിയിൽ വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും. ഇവിടെ ചുമ്മാ ഇരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇത് മിൽക്ക് പുട്ട്, പിന്നെ ഇത് പുഴുങ്ങിയ മുട്ട, പത്തിരി ഉണ്ടോ. എനിക്ക് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് പത്തിരി. ഈ മിൽക്ക് പുട്ട് എന്ന് പറയുന്ന ഐറ്റം ഏതാ സുനേമ? എന്ത് പുട്ട്? മിൽക്ക് പുട്ടും സറാപ്പുട്ടോ? ഓ സാധാ, ഞാൻ സറാപ്പുട്ടെന്ന് കേട്ട്. മിൽക്ക് ഓക്കെ. ഇത് ഇവിടെ ഇരിക്കുന്നത് മിൽക്ക് പുട്ട്, ഇത് സാധാ പുട്ട്, ഇത് മിൽക്ക് പുട്ട്. പിന്നെ ഇത് അമ്മ ഇത് മുട്ടക്കറിയും മുട്ടയും സെപ്പറേറ്റ് വെച്ചിരിക്കുക.
ഓക്കെ. അപ്പം മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ കറിയുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് അതിൽ മിക്സ് ചെയ്ത് മുട്ടക്കറിയായിട്ടും കഴിക്കാം, പുഴുങ്ങിയ മുട്ട കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അങ്ങനെ പിന്നെതാ കടലക്കറി ഉണ്ട്. എനിക്ക് കടലക്കറി അത്ര ഇഷ്ടമല്ല. പിന്നെ ഈ ഇത് നെയ്പത്തിരി അല്ല, എണ്ണപ്പത്തിരി, എന്താ പറയുക, എണ്ണപ്പത്തിരി. ഇത് എണ്ണപ്പത്തിരി. എനിക്കിവിടെ എറണാകുളത്തെ എണ്ണപ്പത്തിരി ഭയങ്കര സോഫ്റ്റായിട്ട് തോന്നാറുണ്ട്, ഭയങ്കര സോഫ്റ്റ്. പിന്നെ ജ്യൂസും ഉണ്ട്. ഇതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഞാനപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡി ആവാം കേട്ടോ. ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോവാം പാലക്കാടിലോട്ട്. അപ്പോൾ ഒരു ക്ലിനിക്കിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയ ഒരു വ്ളോഗ്, ലൈക്ക് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത്. കൊച്ചിയിൽ വന്നതിന് ശേഷം ഇവിടെ വലിയ പണിയൊന്നുമില്ല, അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.